ദുരന്തമുഖത്ത് ഒരുപാട് നന്മ നിറഞ്ഞ മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനാഥരായ കുഞ്ഞുങ്ങൾക്ക്, അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായി ഇടുക്കിയിൽ നിന്നുമാണ് ഒരു കുടുംബം വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഡ്രൈവറായ സജിനും സജിൻ്റെ ഭാര്യ ഭാവനയും. ഇങ്ങനെയൊരു തീരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആളുകൾ അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുക എന്ന് പോലും. എങ്ങനെയാണ് ഇങ്ങനൊരു തോന്നലിലേക്ക് എത്തിയത്? നമുക്കും ഒരു 4 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പം 4 മാസമുള്ളൊരു കുഞ്ഞുണ്ട്, 4 വയസ്സുള്ള, അങ്ങനെ 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഒരു കൊച്ചിന് ഒരു 5 മിനിറ്റ് അമ്മയുടെ പാല് കിട്ടിയില്ലെങ്കിൽ ആ കൊച്ചു കരയുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദുരന്തമുഖത്ത് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ആരോരുമില്ലാതെ അനാഥരാക്കപ്പെട്ട കുരുന്നുകളുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ഇപ്പോൾ ഇറങ്ങുന്ന മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ലത് ഒരു അമ്മയുടെ മുലപ്പാൽ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് നമുക്ക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് നമുക്കത് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും അങ്ങനെ ഒരു മനസ്സ് വരുന്ന ഒരു അമ്മയാണ് ചേച്ചി. ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ ചാനലിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളുടെ വാർത്ത വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരുപാട് നെഞ്ചിൽ തട്ടിയോ? തീർച്ചയായും. ഞാൻ എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ ഉള്ള അതേ ഒരു ഫീലിംഗ് തന്നെയാണ് മറ്റേ ഈ ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായത്. ആ ഒരു ഇതിൽ നിന്നാണ്. എനിക്ക് മറ്റൊന്നും കൊടുക്കാനില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും മുലപ്പാൽ അമൃതത്തിന് തുല്യമാണല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം, ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാം, എത്ര ദിവസം വേണമെങ്കിലും നിന്ന് നൽകാം എന്നൊരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ചേച്ചിയാണോ ഇങ്ങനെ ഒരു തീരുമാനം ചേട്ടനോട് പറയുന്നത്? അല്ല, ഈ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു പോസ്റ്റ് കമൻറ്റ് ഇടുകയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു, നമുക്കങ്ങ് ചെയ്താലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ആരെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഇടുക്കിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക്? അന്ന് ഞങ്ങൾ കമൻ്റ് ഇട്ടതിന് ശേഷം ഉടനടി തന്നെ ഇവിടുന്ന് വിളി വന്നു, ക്യാമ്പിൽ നിന്ന് വിളി വന്നു, കുട്ടികളുണ്ട്, ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോരാനായിരുന്നേ. പക്ഷേ അപ്പോൾ രാത്രി തന്നെ വിളി വന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും നല്ലതെന്ന് പറഞ്ഞ് വിളി വന്ന് കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ രാത്രി തന്നെ പുറപ്പെടുകയുണ്ടായി. ഇതിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഒരുപാട് അമ്മമാർക്ക് പ്രചോദനമാകുമെന്ന് കരുതുന്നുണ്ട്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. തീർച്ചയായും ഒത്തിരി കാരണം ഞങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് ഇതിന് തയ്യാറായി. ഞങ്ങളും ഉണ്ട്, എൻ്റെ വൈഫും റെഡിയാണ്, അങ്ങനെ ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രചോദനമായിട്ട് മാറി തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് അങ്ങനെ തീരുമാനമല്ലോ ഉണ്ടോ? തീരുമാനം ഇപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നിൽക്കാം എന്നാണ് നമ്മളെല്ലാം കരുതിയിട്ടാണ് വന്നത്. വസ്ത്രങ്ങളൊക്കെ അതെ എടുത്തിട്ടാണ് വന്നത്. നമുക്കന്ന് കമൻ്റ് ഇട്ട ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് തിരിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയത്. ഈ ഒരു പോസ്റ്റ് വാർത്ത വന്നതിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് തിരിക്കുന്ന അവസ്ഥയുണ്ട്. രാത്രി 12 മണിക്ക് നമ്മളിവിടെ നിന്ന് തിരിച്ചാണ്. ശേഷം ഇന്നലെ ഇവിടെ എത്തി. ഇപ്പോൾ ഇന്നലെ ഇവിടെ എത്തിയ ശേഷം അവിടെ ക്യാമ്പിൽ പോയിരുന്നു? തീർച്ചയായിട്ടും. ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പുകളിൽ പോയി, അവിടെ ആശുപത്രികളിൽ പോയി. അപ്പോൾ കുട്ടികളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അതിനുശേഷം നമ്മളവിടെ ബന്ധപ്പെടാൻ സാധിക്കുന്നവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇന്നിപ്പോൾ രാവിലെ 10-11 മണിയാകുമ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് നമ്മളോട് എത്തിച്ചേരാൻ പറഞ്ഞത്. ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കത് നിൽക്കാൻ തയ്യാറാണ്. എത്ര ദിവസം നിൽക്കണമെങ്കിലും നമ്മൾ നിൽക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ നൽകുന്നു. കാരണം ഇങ്ങനെയൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വളരെ ആരും അങ്ങനെ തയ്യാറാകുന്നില്ല. പക്ഷേ അവരതിനെ മുതിർന്നു. പിന്നീട് ധാരാളം പേർ ഇതിന് തയ്യാറായി രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വയനാട്ടിൽ നിന്നും ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.